കുട്ടികൾ സ്കൂളിട്ട് വരുമ്പോഴത്തേക്കും എന്താണ് ഇപ്പം ഇന്ന് കൊടുക്കുകയെന്ന് ആലോചിച്ചിരിക്കുകയാണോ? ഞാനും ആ ഒരു ആലോചനയിലായിരുന്നു കേട്ടോ. അപ്പോഴാണ് ബ്രെഡിൻ്റെ കണ്ണിൽപ്പെട്ടത്. ഒന്നും നോക്കിയില്ല, ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കി. ഒരു രക്ഷയില്ലാട്ടോ, അടിപൊളി ടേസ്റ്റാണ്. കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. നമ്മൾ ബ്രെഡ് വെച്ചിട്ട് അധികം മുട്ട പഞ്ചസാര വെച്ചിട്ടല്ല ടോസ്റ്റ് ചെയ്തെടുക്കുക. ഇങ്ങനെ ഒന്ന് നിങ്ങൾ ഉണ്ടാക്കി നോക്കിട്ടോ. പിന്നെ ബ്രെഡ് കിട്ടുമ്പോൾ ഇതന്നെ നിങ്ങൾ ഉണ്ടാക്കും എപ്പോഴും. കുട്ടികൾ സ്കൂളിട്ട് വരുന്നതിൻ്റെ ഒരു 10 മിനിറ്റ് മുമ്പ് കിച്ചണിക്ക് ഇറങ്ങിയിട്ട് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. വളരെ ഈസിയാണ്. ഇത്രയ്ക്കും ഈസി ആയിട്ടുള്ളൊരു സ്നാക്ക് വേറെ ഉണ്ടാവില്ല. അത് ഈ ബ്രെഡ് വെച്ചിട്ടാവുമ്പോൾ നിങ്ങൾക്കറിയാലോ എത്ര പെട്ടെന്ന് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്നില്ല. എന്നാൽ ഇനി സമയം കളയണ്ട, നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇതേ ബ്രെഡിൻ്റെ പാക്കറ്റ് എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ച് ബ്രെഡ് എടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ഇതുപോലെ ഒരു ബ്രെഡ് 4 പീസാക്കി ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ തന്നെ വേണമെന്നില്ല, ഒരൊറ്റ ബ്രെഡ് സ്ലൈസ് വെച്ചിട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഒരു ബ്രെഡിനെ നമുക്കിതുപോലെ 4 ഭാഗമാക്കിയിട്ടോ 2 ഭാഗമാക്കിയിട്ടോ കോൺ ഷേപ്പിലോ റൗണ്ട് ഷേപ്പിലോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ. കുട്ടികൾക്ക് എങ്ങനെയാണ് ഇഷ്ടം അവരെ ആകർഷിപ്പിക്കുന്ന രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ബ്രെഡും തന്നെ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രെഡ് വെച്ചാൽ അതെടുക്കാം കേട്ടോ. വീറ്റ് ബ്രെഡ് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടമുള്ളത് അതെടുക്കാം. ഇന്നതെന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഞാൻ 2 മുട്ട പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് പാൽ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ വലിയ ഉള്ളി ചെറുതാക്കി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ മല്ലിയില, അത് അത്യാവശ്യം കൂടുതലായാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ കുറച്ച് അധികം എടുത്തിട്ടുണ്ട് മല്ലിയില. പിന്നെ ഇതിലേക്ക് കുരുമുളക് പൊടി പിന്നെ ചില്ലി ഫ്ലെക്സുമാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് രണ്ടും കുട്ടികളുടെ എരിവിനനുസരിച്ച് നിങ്ങൾ ചേർക്കുക കേട്ടോ. പക്ഷേ നമ്മൾ ഈ ചേർക്കുന്ന രീതിയിലുള്ള എരിവ് നമ്മൾ കഴിക്കുമ്പോൾ എനിക്ക് അത്ര തോന്നിയിട്ടില്ല. അപ്പോൾ കുട്ടികളെ എരിവിനനുസരിച്ച് നിങ്ങൾ ആഡ് ചെയ്യുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനിയിപ്പോൾ എന്താ, നമ്മൾ ചട്ടി ചൂടാകാനായിട്ട് വെക്കുന്നുണ്ട്. അതിലേക്ക് നെയ്യ് ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത്, നമ്മൾ ടോസ്റ്റ് ചെയ്തെടുക്കുകയാണല്ലോ, ഇങ്ങനെ എണ്ണയിൽ മുക്കി പൊരിക്കല്ല. അപ്പോൾ കുറച്ച് നെയ്യ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ നമ്മൾ ബ്രെഡിൻ്റെ ഓരോ പീസും ആ ഒരു മിക്സിയിൽ മുക്കി നെയ്യ് ചൂടായതിനു ശേഷം നമുക്ക് എത്ര പീസാണ് നമുക്ക് ആ ഒരു പാനിൽ വെക്കാൻ പറ്റുന്നത് വെച്ചാൽ അങ്ങനെ വെച്ചിട്ട് ഒരു ഭാഗം ടോസ്റ്റ് ആയതിനു ശേഷം നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് ടോസ്റ്റ് ചെയ്യാൻ. അല്ലാന്നുണ്ടെങ്കിൽ ബ്രെഡ് ആയതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഭയങ്കര ടേസ്റ്റാടോ. ഇത് ഈവനിങ് സ്നാക്സ് ആയിട്ട് മാത്രമല്ല കേട്ടോ, നമുക്ക് രാവിലെ പെട്ടെന്ന് തട്ടിക്കൂട്ടി ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ, ഒരു ബിസി ഡേ ആണെന്നുണ്ടെങ്കിൽ അന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാക്കാം കേട്ടോ. നമുക്ക് ഇപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ആണെങ്കിൽ ഒറ്റ സ്ലൈസ് വെച്ചിട്ട് ഇതുപോലെ ചെയ്തെടുത്താൽ മതി. ഭയങ്കര ഈസിയാണ്, നല്ല ടേസ്റ്റിയാണ്, കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ടൊമാറ്റോ കെച്ചപ്പിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് കഴിക്കാമെന്നുണ്ടെങ്കിൽ അടിപൊളി കോംബോ ആണ് കേട്ടോ, രക്ഷയില്ല. അപ്പോൾ വേഗം തന്നെ ട്രൈ ആക്കിക്കോ. അപ്പോൾ ഓക്കെ, ശരി, എന്നാൽ ടാറ്റാ, ബൈ ബൈ.